ഓണത്തോടനുബന്ധിച്ച് വിളവെടുക്കുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിൽ ബന്ദി കൃഷിക്ക് തുടക്കം കുറിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൗൺസിലറുമായ പി. രജിത കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവാതിര ഞാറ്റുവേലയിൽ മൂവാറ്റുപുഴയിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിൽ ഓണത്തിനാവശ്യമായ പൂക്കളുടെ ലഭ്യത നാട്ടിൽ തന്നെ ഉറപ്പാക്കുന്നതിനും കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കുന്നതിനുമായാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമിട്ടത്. തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്ക് വാർഡ് കൗൺസിലർ പി. രജിത നേതൃത്വം നൽകി. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 400 ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കൗൺസിലർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ പൂക്കൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു പദ്ധതി തുടക്കമിട്ടുകൊണ്ട് ചെണ്ടുമല്ലി കൃഷി നമ്മൾ ഇന്ന് നമ്മുടെ വാർഡിൽ ആദ്യമായി ആരംഭിക്കുകയാണ്. ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ വാർഡിലെ ഒരു യുവ സംരംഭകനും കുഞ്ഞനിയനുമായ ബേസിൽ ഏറെ സന്തോഷത്തോടും അതിലപ്പുറം ആത്മാർത്ഥതയോടും കൂടി സ്വന്തം ഭൂമി വിട്ടു തരികയും കൃഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് തന്നെ ചെയ്ത് നമുക്ക് ഭൂമി കൃഷിക്ക് അനുയോജ്യമായി റെഡിയാക്കി തരികയും അതിനുള്ള മുൻ പ്രവർത്തനങ്ങളെല്ലാം നടത്തി തരികയും ചെയ്തിട്ടുണ്ട്. കൃഷിക്കുള്ള ചെണ്ടുമല്ലികളുടെ തൈകൾ നമ്മുടെ മൂവാറ്റുപുഴ കൃഷി ഓഫീസിൽ നിന്നാണ് ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു ഉദ്യമത്തോട് നമ്മൾ ആഗ്രഹിക്കുന്നത് പൂക്കൾ ലഭ്യമാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വാർഡിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടും കൃഷി ചെയ്യാതെ കാലങ്ങളായി കിടക്കുന്ന ഭൂമി തിരിച്ചു പിടിച്ച് അവർക്ക് കൃഷിക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരാശയം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. പുഴയോരം റെസിഡൻസ് അസോസിയേഷന്റെയും പ്രാദേശിക ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ സംരംഭത്തിനായി സ്വന്തം ഭൂമി കൃഷിക്കായി വിട്ടു നൽകുകയും കൃഷിക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും ഒരുക്കി മാതൃകയായതും യുവ കർഷകനായ ബേസിലാണ്. ഓണത്തിനാവശ്യമായ പൂക്കൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം യുവതലമുറയിൽ കൃഷിയോടുള്ള താൽപര്യവും കാർഷിക സംസ്കാരത്തോടുള്ള ബോധവൽക്കരണവും വളർത്തുക എന്ന ലക്ഷ്യവും ഈ സംരംഭത്തിനുണ്ട്. ഉപയോഗശൂന്യമായി കിടക്കുന്ന കൂടുതൽ ഭൂമികൾ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ മാതൃക പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിപാടിയിൽ CDS അംഗം സ്വപ്ന വിക്രമൻ, ആശാവർക്കർ ശ്രീജ UC, 27-ാം വാർഡ് കൗൺസിലർ ഷേർലി പൗലോസ്, ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത്, അജേഷ്, ബിനു കെ പീറ്റർ, പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.